അമ്മ ഞങ്ങൾ പോട്ടെ കേട്ടോ. അവരെനിക്ക് അതെ 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 അതൊക്കെ കറക്റ്റ് ആണ്. ഇതാ ഇവിടുന്ന് ഞാൻ കുറേ ചെടിയൊക്കെ എടുത്തു, ഇതെടുത്തു, ഇതൊക്കെ എടുത്തു. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്താവോ അറിയില്ല, വളരും അറിയില്ല. കാണാൻ യൂറോപ്യനും പക്ക നാടനുമാണ്. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടു. ഓക്കെ ഓക്കെ, എന്നാലും ഒരുമിച്ച് വന്നേ, ഒരുമിച്ച് നിന്നേ. യെസ്, നമ്മളുടെ അവസാനത്തെ ദിവസം ഭൂട്ടാനിലെ. എന്നാലും ഞാൻ സമ്മതിച്ച എന്താ വെച്ചാൽ നമ്മൾ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇത്രയും ദിവസം വളരെ ആ സമയം പോയി നമ്മൾ അറിയുന്നില്ല. ഒന്നാമത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ഒരു ഗ്രൂപ്പായിട്ടുള്ള പെരുമാറ്റം, അതെ, ഒരു ഫാമിലിയായി നമ്മൾ. മാറി. പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതെ തന്നെ. അതെ, ചെറിയ ടീമല്ലേ, ഒരു ടൂർ പാക്കേജ് ആയിട്ട് തോന്നാത്ത വിധത്തിലുള്ള രീതിയായിട്ട് കുടുംബത്തിലെ അംഗങ്ങളെ പോലെ. അതെ, ചെറിയ കുട്ടിയുണ്ട്, അവൻ്റെ ചോദ്യങ്ങളും വാശിയും അവൻ്റെ പിണക്കവും. അതെ, അവർ തമ്മിൽ അടിയും. ആദ്യം മുതലേ തന്നെ അവൻ നല്ല ബ്രൈറ്റാ, നല്ല സ്മാർട്ട് മിടുക്കൻ പയ്യനാ. അപ്പോൾ ഭൂട്ടാനിൽ ഇനി വരാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഭൂട്ടാനിൽ തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒരു രാജ്യമാണ്. അതായത് നമ്മുടെ ഒരു ഭൂട്ടാൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഇത്രയും പ്രകൃതിരമണീയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യം. പ്രത്യേകിച്ച് ഫോക്സിക്ക വാലി. അത് സത്യം പറഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലൻഡിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ സ്വിറ്റ്സർലൻഡൊക്കെ കാണുന്നത് നമ്മൾ ഫോട്ടോയിൽ നമ്മൾ പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ ആ മഞ്ഞ് വിൻ്റർ സീസൺ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അതെ, ഇവിടെ വരുന്നവരുടെ അടുത്ത് മുൻകൂർ പറയാനുള്ള എന്താ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഇതിനകത്ത് ഇന്നലെ അങ്ങേര് പറഞ്ഞത് അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വല്പം കൂടെ നമ്മൾ കെയർ ചെയ്ത് വരിക, പ്ലാൻഡ് ആയിട്ട് വരിക. എന്താണ് ഇവിടെ ഉള്ളതുണ്ട് മനസ്സിലൊരു ധാരണ ഉണ്ടാവണം. എളുപ്പമല്ല യാത്രയിലൊക്കെ. അതെ, അല്ല എളുപ്പമല്ല, അല്ല വരുന്നവർക്ക് മനസ്സിലാവാനേ. നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾ വിചാരിക്കും കുറച്ചുകൂടി എളുപ്പമാണെന്നാ. പക്ഷേ ആ യാത്രയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇതല്ലേ, TDS യാത്രയല്ലേ. അതെ അതെ അതെ, പക്ഷേ എന്ന് പറഞ്ഞാൽ TDS യാത്രയിൽ നമ്മുടെ പാർട്ടിയുടെ ഗുണം കൊണ്ടോ എന്തോ നമുക്കതൊരു ഫീൽ ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അത് നമ്മുടെ ഒരു ഗുണം കൊണ്ട് കൂടിയാണ്. ഞാൻ ഫസ്റ്റ് വന്നത് കുറേ പ്രശ്നങ്ങളുള്ള യാത്രയായിരുന്നു. അന്ന് എനിക്ക് അറിയൂല. ഇപ്പം എനിക്ക് കുറച്ചും കൂടി നന്നായി പ്ലാൻ ചെയ്യാൻ പറ്റി. പ്ലാനിങ് ഉണ്ടാകുമ്പോൾ നന്നായി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു. അതെനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. സിലുവിന് കുറെ കൂടെ നമ്മൾ ഇന്നടുത്ത് പോയ ഇന്ന രീതി കാണാം. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നു. സിലുവിന് നേരത്തെ വന്നുകൊണ്ടല്ലേ ഇത് മനസ്സിലാവും. അതെ അതെ അതെ, ഈ ഗ്രാമപ്രദേശം കാണാനും രസമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇങ്ങോട്ട് വരാൻ തന്നെ ഒരിക്കലും വളരെ കാണേണ്ട സ്ഥലം തന്നെയാണ്. അത് നമുക്ക് വരാൻ പറ്റുമെങ്കിൽ ഈ വിന്റർ സീസൺ വന്നാൽ കൂടാം. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായം, പക്ഷേ എനിക്കിപ്പോഴും മനസ്സുണ്ട് കേട്ടോ എല്ലായിടത്തും. ഓക്കെ, ജോസേട്ടനും അതേ അഭിപ്രായം തന്നെയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. ഭൂട്ടാൻ ചെറിയൊരു രാജ്യമല്ല, നത്തോലി ചെറിയൊരു മീനുമല്ല. നല്ല സ്ഥലം. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോഗ്രാഫർ ഈ ബാച്ചിൽ, നല്ല ഡോക്ടർ, നല്ലൊരു ആയുർവേദം, നമ്മുടെ സർക്കിള് ഡെനി എന്നല്ലല്ലോ, പിന്നെ ഇതെല്ലാം എനിക്കൊരു ഗുളിക സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ തരത്തിലും എല്ലാവരും നല്ലൊരു കുട്ടികളും എല്ലാവരുമായിട്ട് നമുക്കൊരു രസമായിട്ട്. പാട്ടിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, പാട്ടുകാർ കുറവായിരുന്നു. പാട്ടുകാർ നമുക്ക് ആർക്കും പാട്ട് അറിയൂല, പാട്ട് ആസ്വദിക്കുന്നവരെല്ലാവരും. അതെ അതെ അതെ, ഓക്കെ, അപ്പോൾ താങ്ക് യു. ആരോഗ്യവും ഈശ്വരനും അനുവദിക്കുകയാണെങ്കിൽ വിന്റർ നമുക്ക് വരാൻ നോക്കാം. നസിയത്തേക്കും അതേ അഭിപ്രായം തന്നെയാണ്. അടിപൊളിയാ, ഫോട്ടോ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. എടുത്താലേ കിട്ടുള്ളൂ.